ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സ്പൈറൽ ബാൻഡേജ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ, ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാൻഡേജ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യുക. ദെൻ നമ്മൾ പ്രിൻസിപ്പിൾ പ്രകാരമാണ് ബാൻഡേജ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. 2 സർക്കുലർ ടേൺ ചെയ്തു. ഇനി നമുക്ക് സ്പൈറൽ ബാൻഡേജ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്പൈറൽ ആകുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ചരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സ്പൈറലായിട്ട്, അതായത് ഡയഗണലി നമ്മൾ ക്രോസ് ചെയ്തെടുക്കണം. ദെൻ പ്രീവിയസ് ടേണിൻ്റെ 2/3 ഓവർലാപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം ഓരോ കവറിങ്ങും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 1/3 മാത്രമേ നമുക്ക് വിസിബിൾ ആവുന്നുള്ളൂ അല്ലേ. അപ്പോൾ 2 സർക്കുലർ ടേൺ കഴിഞ്ഞു. ഈ ബാൻഡേജ് എൻഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, 2 സർക്കുലർ ടേൺ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാൻഡേജ് എൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്പൈറൽ ബാൻഡേജ് ആണ്. നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. 1/3 വിസിബിൾ ആവുന്ന രീതിയിൽ 2/3 ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പേഷ്യൻറ്റിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാൻഡേജ് ടു മച്ച് ടൈറ്റ് ആവാൻ പാടില്ല. ദെൻ ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം നോക്കണം. ദെൻ ലാസ്റ്റ് നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ബാൻഡേജ് കിട്ടുക. ഓക്കെ, ലാസ്റ്റത്തെ 2 സർക്കുലർ ടേൺ കഴിഞ്ഞാൽ നമ്മളതവിടെ എൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാൻഡേജ് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പാറ്റേണിലാണ് സ്പൈറൽ ബാൻഡേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.